ഓം ശാന്തി 20-4-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് യോഗബലത്തിലൂടെ ഈ ഉപ്പുകടൽ മറികടന്ന് വീട്ടിലേക്ക് പോകണം. അതിനാൽ എവിടേക്കാണോ പോകേണ്ടത് ആ സ്ഥാനത്തെ ഓർമ്മിക്കൂ. ഇപ്പോൾ നമ്മൾ യാചകനിൽ നിന്നും ധനികനായി മാറുകയാണ് എന്ന സന്തോഷത്തിൽ ഇരിക്കൂ. ചോദ്യം: ദൈവിക ഗുണങ്ങൾ എന്ന വിഷയത്തിൽ ശ്രദ്ധയുള്ള കുട്ടികളുടെ അടയാളങ്ങൾ എന്തെല്ലാമായിരിക്കും? ഉത്തരം: അവരുടെ ബുദ്ധിയിലുണ്ടാകും. എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും. അവർ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അവരുടെ മുഖത്തിൽ നിന്നും ഒരിക്കലും തലതിരിഞ്ഞ വാക്കുകൾ വരില്ല. മനസ്സാ വാചാ കർമ്മണ ആർക്കും ദുഃഖം നൽകില്ല. ബാബയ്ക്ക് സമാനം സുഖം നൽകുന്നതിനുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ അപ്പോൾ പറയാം ദൈവിക ഗുണങ്ങൾ എന്ന വിഷയത്തിൽ ശ്രദ്ധയുണ്ട് എന്ന്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. ഓർമ്മയുടെ യാത്രയും പഠിപ്പിക്കുകയാണ്. ഓർമ്മയുടെ യാത്ര എന്നതിന്റെ അർത്ഥവും കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഭക്തിമാർഗത്തിലും എല്ലാവരും ദേവതകളെയും ശിവബാബയെയും ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഓർമ്മയിലൂടെയേ വികർമ്മം വിനാശമാകൂ എന്നത് അറിയില്ലായിരുന്നു. കുട്ടികൾക്കറിയാം ബാബ പതീത പാവനനാണ്. പാവനമാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നതും ബാബ തന്നെയാണ്. ആത്മാവിന് തന്നെയാണ് പാവനമായി മാറേണ്ടത്. ആത്മാവ് തന്നെയാണ് പതീതമാകുന്നത്. കുട്ടികൾക്കറിയാം ബാബ ഭാരതത്തിൽ വന്നാണ് ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നത്. ബാക്കി ഒരു സ്ഥലത്തും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഭൗതിക യാത്രകൾ കുട്ടികൾ ഒരുപാട് ചെയ്തു. ഈ യാത്ര പഠിപ്പിക്കാൻ ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നു. മായ കാരണം എല്ലാവരുടെ ബുദ്ധിയിലും അവിവേകം എന്ന പൂട്ട് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എത്ര വിവേകശാലികളായിരുന്നു. ധനവാനും പവിത്രവുമായിരുന്നു. നമ്മൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരികളായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ എത്ര വലിയ പരിധിയില്ലാത്ത രാജധാനിയാണ് നൽകുന്നത്. ലൗകിക പിതാവാണെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ തരും. ഇവിടെയാണെങ്കിൽ മധുരമായ പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത രാജധാനി നൽകാൻ വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നതാണ്. ആരുടെ അടുത്ത്? പരിധിയില്ലാത്ത ബാബയുടെ അടുത്ത്. ബാബ എന്ന വാക്ക് മമ്മ എന്നതിനേക്കാൾ മധുരമാണ്. മമ്മ നന്നായി പാലിക്കുന്നുണ്ട്. എന്നാലും അച്ഛൻ അച്ഛൻ തന്നെയാണ്. അച്ഛനിലൂടെയാണ് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങൾ സദാ സുഖിയും സദാ സുമംഗലിയുമാകുന്നു. ബാബ നമ്മളെ വീണ്ടും എന്താക്കി മാറ്റുന്നു. ഇത് പുതിയ കാര്യമല്ല. ഗീതവുമുണ്ട്. രാവിലെ ധനവാനായിരുന്നു, രാത്രിയായപ്പോൾ യാചകനായി എന്ന്. നിങ്ങളും രാവിലെ ധനികനും പിന്നീട് പരിധിയില്ലാത്ത രാത്രിയിൽ യാചകനും ആകുന്നു. ബാബ ദിവസവും സ്മൃതി ഉണർത്തുന്നു. കുട്ടികളെ, ഇന്നലെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഇന്ന് നിങ്ങൾ യാചകനായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രഭാതം വരുമ്പോൾ നിങ്ങൾ വീണ്ടും ധനികരാകുന്നു. എത്ര സഹജമായ കാര്യമാണ്. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. കാരണം ധനികരായി മാറുകയാണ്. ബ്രാഹ്മണരുടെ പകലും ബ്രാഹ്മണരുടെ രാത്രിയും. ഇപ്പോൾ പകലിൽ നിങ്ങൾ ധനികനാവുകയാണ്. തീർച്ചയായും ആവുക തന്നെ ചെയ്യും. പക്ഷെ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചായിരിക്കും. ബാബ പറയുന്നു, ഇത് അതേ ഉപ്പുകടലാണ്.
യോഗബലത്തിലൂടെ ഇതിനെ മറികടക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. എവിടേക്കാണോ പോകേണ്ടത് ആ സ്ഥാനത്തെ ഓർമ്മിക്കണം. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ബാബ നേരിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ കൊണ്ടുപോകാൻ. വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് പാവനമായിരുന്നത്. 84 ജന്മങ്ങൾ എടുത്ത് പതീതമായിരിക്കുന്നു. വീണ്ടും പാവനമാകണം. പാവനമായി മാറാൻ മറ്റൊരു ഉപായവുമില്ല. നിങ്ങൾക്കറിയാം, പതീത പാവനൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആ ബാബയുടെ മതപ്രകാരം നടന്ന് പാവനമായി മാറുകയാണ്. ഞാൻ ഇന്ന പദവി നേടും എന്നതിൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് സദാ സുഖിയായി മാറും. ബാബ സുഖധാമത്തിന്റെയും രാവണൻ ദുഃഖധാമത്തിന്റെയും സമ്പത്ത് നൽകുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, രാവണൻ നമ്മുടെ പഴയ ശത്രുവാണ്. രാവണനാണ് നിങ്ങളെ 5 വികാരങ്ങളാകുന്ന കൂട്ടിലിട്ട് അടച്ചത്. ബാബ വന്ന് പുറത്ത് എടുക്കുന്നു. ആര് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് പരിചയവും നൽകും. ഓർമ്മിക്കാത്തവർ ദേഹാഭിമാനത്തിലായിരിക്കും. അവർക്ക് ബാബയെ ഓർമ്മിക്കാനും സാധിക്കില്ല, ബാബയുടെ പരിചയം നൽകാനും സാധിക്കില്ല. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഭിന്ന ഭിന്ന പാർട്ട് അഭിനയിക്കാനാണ്. മുഴുവൻ പാർട്ടും എങ്ങനെയാണ് അഭിനയിക്കുന്നത്? ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആർക്കാണോ പക്കാ നിശ്ചയമുള്ളത് അവർ ഇവിടെ വന്ന് റീഫ്രഷ് ആകും. ടീച്ചറുടെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള പഠിപ്പല്ല ഇത്. തന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ടും പഠിക്കാൻ സാധിക്കും. കേവലം ഒരാഴ്ച നല്ല രീതിയിൽ മനസ്സിലാക്കൂ. പിന്നീട് ബ്രാഹ്മണിമാർ ചിലരെ 1 മാസം, ചിലരെ 6 മാസം, ചിലരെ 12 മാസങ്ങൾക്ക് ശേഷം കൊണ്ടുവരുന്നു. ബാബ പറയുന്നു, നിശ്ചയം ഉണ്ടായി, ഉടൻ ഓടി വന്നു. ഞങ്ങൾ വികാരത്തിലേക്ക് പോകില്ല എന്നതിൽ രാഖിയും ബന്ധിക്കണം. ഞങ്ങൾ ശിവബാബയോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. ശിവബാബ തന്നെയാണ് പറയുന്നത്, കുട്ടികളെ, നിങ്ങൾക്ക് തീർച്ചയായും നിർവികാരിയായി മാറണം. അഥവാ വികാരത്തിലേക്ക് പോയാൽ സമ്പാദ്യം ഇല്ലാതാകും. 100 മടങ്ങ് ശിക്ഷ വർദ്ധിക്കും. 63 ജന്മം നിങ്ങൾ ചതിയിൽപ്പെട്ടു. ഇപ്പോൾ പറയുന്നു, പവിത്രമാകൂ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ആത്മാക്കൾ സഹോദരങ്ങളാണ്. ആരുടെയും നാമരൂപത്തിൽ കുടുങ്ങരുത്. പതിവായി പഠിക്കാത്തവരാണെങ്കിൽ അവരെ പെട്ടെന്ന് കൊണ്ടുവരേണ്ടതില്ല. ബാബ പറയാറുണ്ട്, ഒരു ദിവസം കൊണ്ടും ലക്ഷ്യത്തിൽ അമ്പ് തറയ്ക്കാം. പക്ഷേ വളരെ യുക്തിയോടെ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ബ്രാഹ്മണരാണ് സർവോത്തമം. അവിടെ സത്സംഗമൊന്നും ഉണ്ടാകില്ല. സത്സംഗം ഉണ്ടാകുന്നത് ഭക്തി മാർഗത്തിലാണ്. നിങ്ങൾക്കറിയാം, സത്യമായ സംഘം ഉയർത്തും. സത്യയുഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുമ്പോൾ മാത്രമാണ് സത്യത്തിന്റെ സംഘം ലഭിക്കുന്നത്. ഇതാരുടെയും ബുദ്ധിയിൽ വരുന്നില്ല, കാരണം ബുദ്ധിയിൽ പൂട്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യയുഗത്തിലേക്ക് പോകണം. പുരുഷോത്തമ സംഗമയുഗത്തിൽ മാത്രമാണ് സത്യത്തിന്റെ സംഘം ലഭിക്കുന്നത്. ആ ഗുരുക്കന്മാർ സംഗമയുഗികളല്ല. ബാബ എപ്പോഴാണോ വരുന്നത് അപ്പോൾ മക്കളെ മക്കളെ എന്ന് വിളിക്കുന്നു. ആ ഗുരുക്കന്മാരെ നിങ്ങൾ അച്ഛ എന്ന് വിളിക്കുമോ? ബുദ്ധിയിൽ പൂർണമായും ഗോദ്രേജിന്റെ പൂട്ടിട്ടിരിക്കുകയാണ്. ബാബ വന്ന് പൂട്ട് തുറക്കുന്നു. മനുഷ്യർ വന്ന് വജ്രതുല്യ ജീവിതം ഉണ്ടാക്കുന്നതിനായി ബാബ എന്തെല്ലാം യുക്തികളാണ് രചിക്കുന്നതെന്ന് നോക്കൂ. മാഗസീനും പുസ്തകങ്ങളും അച്ചടിക്കുന്നു. വളരെ പേരുടെ മംഗളമുണ്ടായാൽ അവരുടെ ആശീർവാദവും ലഭിക്കും.
പ്രജകളെ ഉണ്ടാക്കുന്ന പുരുഷാർത്ഥം ചെയ്യണം. സ്വയം ബന്ധനത്തിൽ നിന്നും മുക്തമാകണം. ശരീര നിർവഹണാർത്ഥം സേവനം തീർച്ചയായും ചെയ്യണം. ഈശ്വരീയ സേവനം രാവിലെയും വൈകുന്നേരവുമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സമയമുണ്ട്. ആരുടെ കൂടെയാണോ നിങ്ങൾ ലൗകിക സേവനം ചെയ്യുന്നത് അവർക്കും പരിചയം നൽകിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് രണ്ടച്ഛന്മാരുണ്ട്. ലൗകിക പിതാവ് എല്ലാവരുടെയും വേറെ വേറെയാണ്. എന്നാൽ എല്ലാവരുടെയും പാരലൗകിക പിതാവ് ഒന്നാണ്. ആ പിതാവ് സുപ്രീമാണ്. ബാബ പറയുന്നു, എനിക്കും പാർട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എന്റെ പരിചയം ലഭിച്ചു കഴിഞ്ഞു. ആത്മാവിനെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ആത്മാവിനെക്കുറിച്ച് പറയുന്നത് ഭൃകുടിയിൽ തിളങ്ങുന്ന ദിവ്യ നക്ഷത്രം എന്നാണ്. അത് അകാല സിംഹാസനവും കൂടിയാണ്. ആത്മാവിനെ ഒരിക്കലും കാലൻ വിഴുങ്ങില്ല. അത് അഴുക്കുള്ളതാകുന്നു, ശുദ്ധമാകുന്നു എന്ന് മാത്രം. ആത്മാവിന്റെ സിംഹാസനം ശോഭിക്കുന്നത് ഭൃകുടി മധ്യത്തിലാണ്. തിലകത്തിന്റെ അടയാളം നൽകുന്നതും ഇവിടെയാണ്. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം നിങ്ങളെ രാജ്യതിലകം പ്രാപ്തമാക്കുന്നതിന് യോഗ്യരാക്കി മാറ്റൂ. ഞാൻ എല്ലാവർക്കും രാജ്യതിലകം നൽകും. അങ്ങനെയല്ല, നിങ്ങൾ സ്വയം പ്രാപ്തമാക്കൂ. ബാബയ്ക്കറിയാം ആര് എത്രത്തോളം സേവനം ചെയ്യുന്നുണ്ട്. മാഗസീനുകളിലും വളരെ നല്ല കൃതികൾ വരുന്നുണ്ട്. ഇതിനോടൊപ്പം യോഗത്തിൽ ഇരിക്കുന്നതിനുള്ള പരിശ്രമവും ചെയ്യണം. ഇതിലൂടെ മാത്രമേ വികർമ്മം വിനാശമാകൂ. ദിനം പ്രതിദിനം നിങ്ങൾ നല്ല രാജയോഗിയായി മാറും. ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയുണ്ടാകും. സൂക്ഷ്മവതനത്തിലേക്കാണെങ്കിൽ കുട്ടികൾ പോകുന്നുണ്ട്. മൂലവതനത്തെയും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ ആത്മാക്കളുടെ വീടാണെന്ന്. മനുഷ്യർ ശാന്തിധാമത്തിലെത്താനാണ് ഭക്തി ചെയ്യുന്നത്. അവർക്ക് സുഖധാമത്തെക്കുറിച്ച് അറിയുകയേയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പഠിപ്പ് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇത് പ്രവൃത്തി മാർഗമാണ്. ഇരു കൂട്ടർക്കും മുക്തിധാമത്തിലേക്ക് പോകണം. അവർ തലതിരിഞ്ഞ വഴിയാണ് പറഞ്ഞു തരുന്നത്. ആരും പോകുന്നില്ല. എല്ലാവരെയും അവസാനം ബാബ കൊണ്ടുപോകും. ഇത് ബാബയുടെ കർത്തവ്യമാണ്. ചിലർ നല്ല രീതിയിൽ പഠിച്ച് രാജ്യഭാഗ്യം എടുക്കുന്നു. ബാക്കി എല്ലാവരും എങ്ങനെ പഠിക്കും? അവർ എങ്ങനെ നമ്പർ വൈസായി വരുന്നുവോ അതുപോലെ നമ്പർ വൈസായി പോകും. ഈ കാര്യങ്ങളിൽ അധിക സമയം കളയരുത്. ബാബയെ ഓർമ്മിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ ഇതിലെന്തിനാണ് സമയം കളയുന്നത്? ഇത് നിശ്ചയമാണ്. പരിധിയില്ലാത്ത അച്ഛൻ ടീച്ചറും സദ്ഗുരുവും കൂടിയാണ്. അതിനാൽ രണ്ടാമത് ഒരാളെ ഓർമ്മിക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾക്കറിയാം, കൽപ്പം മുമ്പും ശ്രീമതത്തിലൂടെ നടന്ന് പാവനമായി മാറിയിട്ടുണ്ട്. ഓരോ നിമിഷവും ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ പേര് സ്വദർശന ചക്രധാരി എന്നാണ്. ജ്ഞാനസാഗരനിൽ നിന്നും നിറയ്ക്കാൻ നിങ്ങൾക്ക് സമയമെടുക്കില്ല. കാലിയാകുന്നതിൽ സമയമെടുക്കും. നിങ്ങൾ കളഞ്ഞുപോയി തിരികെ കിട്ടിയ മധുരമായ മക്കളാണ്. എന്നാൽ കൽപ്പത്തിനു ശേഷം വന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇതിൽ പക്കാ നിശ്ചയം വേണം. നമ്മൾ 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് ബാബയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ബാബ പറയുന്നു, ആരാണോ ആദ്യം ഭക്തി ചെയ്തത് അവരാണ് ആദ്യം ജ്ഞാനം നേടുന്നതിന് യോഗ്യരായി മാറുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുടെ ഫലം നൽകണം. അതിനാൽ സദാ തന്റെ ഫലത്തെ അല്ലെങ്കിൽ സമ്പത്തിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ.
ഫലം എന്നത് ഭക്തി മാർഗത്തിലെ വാക്കാണ്. സമ്പത്ത് എന്നത് ശരിയാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. അതല്ലാതെ മറ്റൊരു ഉപായവുമില്ല. ഭാരതത്തിന്റെ പ്രാചീന യോഗം വളരെ പ്രസിദ്ധമാണ്. ഭാരതത്തിലെ പ്രാചീന യോഗമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് അവർ കരുതുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, അവർ ഡ്രാമ അനുസരിച്ച് ഹഠയോഗിയായി മാറുന്നു. രാജയോഗം നിങ്ങൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സംഗമയുഗമാണ്. അവരുടെ ധർമ്മം വേറെയാണ്. വാസ്തവത്തിൽ അവരെ ഗുരു എന്ന് പറയാൻ പാടില്ല. പക്ഷെ ഡ്രാമ അനുസരിച്ച് വീണ്ടും തീർച്ചയായും ഇത് ആവർത്തിക്കും. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ സത്യമായി മാറണം. ധർമ്മത്തിലാണ് ശക്തി. നിങ്ങളെ ഞാൻ ദേവീ ദേവതയാക്കുന്നു. ഈ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. എന്നോട് യോഗം വെക്കുന്നവർക്കും എന്റെ ശക്തി ലഭിക്കുന്നു. അതിനാൽ ബാബ സ്വയം സ്ഥാപന ചെയ്യുന്ന ധർമ്മത്തിന് വളരെയധികം ശക്തിയുണ്ട്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരി ആവുന്നു. ബാബ ഈ ധർമ്മത്തിന്റെ മഹിമ ചെയ്യുകയാണ്. ഈ ധർമ്മത്തിന് വളരെയധികം ശക്തിയുണ്ട്. സർവശക്തിവാനായ ബാബയിൽ നിന്ന് ഒരുപാട് പേർക്ക് ശക്തി ലഭിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശക്തി എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്പർ വൈസാണ്. നിങ്ങൾക്ക് എത്ര ശക്തി വേണമോ അത്രയും ശക്തി ഇപ്പോൾ ബാബയിൽ നിന്നെടുക്കൂ. ഒപ്പം ദൈവീ ഗുണങ്ങളാകുന്ന വിഷയവും വേണം. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ദുഃഖം നൽകരുത്. ബ്രഹ്മ ബാബ ഒരിക്കലും ആരോടും മോശമായി സംസാരിക്കില്ല. അറിയാം എങ്ങനെയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നുവോ എന്നെ കണ്ട് മറ്റുള്ളവരും അതുപോലെ ചെയ്യും എന്ന്. ആസുരീയ അവഗുണങ്ങളിൽ നിന്നും ദൈവിക ഗുണങ്ങളിലേക്ക് വരണം. ഞാൻ ആർക്കും ദുഃഖം നൽകുന്നില്ലല്ലോ എന്ന് നോക്കണം. ആർക്കും ദുഃഖം നൽകാത്തതായി ഒരാൾ പോലുമില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സാ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകാത്ത ആ അവസ്ഥ അന്തിമത്തിൽ വരും. ഈ സമയത്ത് നമ്മൾ പുരുഷാർത്ഥി അവസ്ഥയിലാണ്. ഓരോ കാര്യവും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാവരും സുഖത്തിനു വേണ്ടിയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പക്ഷെ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സുഖം നൽകാൻ സാധിക്കില്ല. സോമനാഥ ക്ഷേത്രത്തിൽ എത്രയധികം വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം എവിടെ നിന്ന് വന്നതാണ്? എങ്ങനെയാണ് സമ്പന്നരായത്? മുഴുവൻ ദിവസവും ഈ പഠിപ്പിന്റെ ചിന്തനത്തിൽ കഴിയണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ടും കമലപുഷ്പ സമാനം പവിത്രമായി മാറണം. നിങ്ങൾ ഈ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. അതിനാലാണ് മാല ഉണ്ടാക്കിയിരിക്കുന്നത്. കൽപ്പകൽപ്പം ഉണ്ടാക്കും. മാല ആരുടെ ഓർമ്മചിഹ്നമാണ്? ഇതും നിങ്ങൾക്ക് അറിയാം. അവരാണെങ്കിൽ മാലയെ സ്മരിച്ച് വളരെ സന്തുഷ്ടരാകുന്നു. ഭക്തിയിൽ എന്താണ് സംഭവിക്കുന്നത്? ജ്ഞാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് അവസാനം അന്തിമ റിസൾട്ട് കൽപ്പം മുമ്പത്തേതുപോലെ പുറത്തുവരും. എല്ലാവരും തന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്കറിയാം നമുക്ക് ഇതായി മാറണം. പുരുഷാർത്ഥത്തിനുള്ള മാർജിൻ ലഭിച്ചിട്ടുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ബാബയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കുട്ടികൾ ആരെയെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ടോ അതിലും അധികമായി ബാബ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബാബയുടെ ജോലി തന്നെ ഇതാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുക. സ്വാഗതം അർത്ഥം സദ്ഗതി. ഇതാണ് സർവശ്രേഷ്ഠമായ സ്വാഗതം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനാണ് ബാബ വരുന്നത്.
ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. എല്ലാവരുടെയും ആശീർവാദം നേടുന്നതിനു വേണ്ടി മംഗളകാരിയായി മാറണം. ശരീര നിർവഹണാർത്ഥം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും സ്വയം ബന്ധനത്തിൽ നിന്ന് മുക്തമായി രാവിലെയും വൈകുന്നേരവും ഈശ്വരീയ സേവനം തീർച്ചയായും ചെയ്യണം. 2. മറ്റു കാര്യങ്ങളിൽ തന്റെ സമയം വ്യർത്ഥമാക്കാതെ ബാബയെ ഓർമ്മിച്ച് ശക്തി എടുക്കണം. സത്യവുമായുള്ള സംഘത്തിൽ തന്നെ ഇരിക്കണം. മനസ്സാ വാച കർമ്മണ എല്ലാവർക്കും സുഖം നൽകുന്നതിനുള്ള പുരുഷാർത്ഥമായിരിക്കണം ചെയ്യേണ്ടത്. വരദാനം: പവിത്രതയുടെ വരദാനത്തെ നിജ സംസ്കാരമാക്കി പവിത്ര ജീവിതം ഉണ്ടാക്കുന്ന പരിശ്രമമുക്തരായി ഭവിക്കട്ടെ. പല കുട്ടികൾക്കും പവിത്രതയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് തെളിയുന്നത് വരദാതാവായ ബാബയിൽ നിന്ന് ജന്മത്തിന്റെ വരദാനം സ്വീകരിച്ചിട്ടില്ല എന്നാണ്. വരദാനത്തിൽ പരിശ്രമമൊന്നുമില്ല. ഓരോ ബ്രാഹ്മണ ആത്മാവിനും ജന്മത്തിന്റെ ആദ്യ വരദാനമാണ് പവിത്ര ഭവ, യോഗി ഭവ. എങ്ങനെയാണോ ജന്മത്തിന്റെ സംസ്കാരം വളരെ ഉറച്ചതായിരിക്കുന്നത്, അതുപോലെ പവിത്രത ബ്രാഹ്മണ ജന്മത്തിന്റെ ആദി സംസ്കാരമാണ്, നിജ സംസ്കാരമാണ്. ഈ സ്മൃതിയിലൂടെ പവിത്ര ജീവിതമുണ്ടാക്കൂ, പരിശ്രമത്തിൽ നിന്നും മുക്തരാകൂ. സ്ലോഗൻ: ആരിലാണോ സേവനത്തിന്റെ ശുദ്ധഭാവനയുള്ളത് അവരാണ് ട്രസ്റ്റി, അതായത് സൂക്ഷിപ്പുകാർ. ഓം ശാന്തി.